ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ആഗസ്റ്റ് മാസഫലം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയായിരിക്കും ആഗസ്റ്റ് മാസഫലം എന്നുള്ളതാണ്. അപ്പോൾ ആഗസ്റ്റ് മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ആരോഗ്യം, തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസം, ധനം, വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം ഇവയെപ്പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത്. അതേസമയം മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി, ഇപ്പോൾ നടക്കുന്ന ദേശ, അപകാരം, ഛിദ്രം ഇവ ഏത് ഗ്രഹങ്ങളുടേതാണ്, അവ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമായോ പ്രതികൂലമായോ മാറ്റങ്ങളുണ്ടാകാം. അതുകൊണ്ടാണ് ഒരേ നക്ഷത്രക്കാർക്കും ഒരേ ലഗ്നക്കാർക്കും ഒരേ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. അവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശിയിൽ ശനിയുടെ ദൃഷ്ടി ഉള്ള സമയമാണ്. എങ്കിലും ആ ശനി ഇപ്പോൾ ഗുരുവിൻ്റെ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ജന്മ ലഗ്ന രാശാധിപനായിട്ടുള്ള കുജന് ആ 2 ഗുരുവുമായിട്ടൊരു യോഗം വരുന്നു. 25 വരെ ഗുരുമംഗള യോഗം ഉള്ള സമയമാണ്. 26 ആ രാശാധിപനായിട്ടുള്ള കുജൻ 3-ാം ഭവരാശിയിലേക്ക് മാറുന്നു. അഷ്ടമത്തിൽ ശനിയും കുജനും ഗുരുവൊക്കെ ദൃഷ്ടിയുള്ള സമയമാണ്. ഇപ്പോൾ പൊതുവെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നില്ല. എങ്കിലും ചിലർക്ക് സ്റ്റൊമക്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ചില ആളുകൾക്ക് ഈ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ പ്രത്യേകിച്ച് പൈൽസ്, ഫിസ്റ്റുല തുടങ്ങിയ ചെറിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ കുജൻ്റെയൊക്കെ ദൃഷ്ടി അഷ്ടമത്തിലൊക്കെ ഉള്ള സമയം ആയതുകൊണ്ട് ഈ യാത്രകളിലൊക്കെ ഒരു കെയർ വേണം, ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധ വേണം. അതുപോലെ നമ്മൾ ഇഞ്ചുറി ഉണ്ടാകാവുന്ന ഈ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം. പൊതുവേ ഈ ഗുരുമംഗള യോഗമുള്ള സമയമായതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരു റിക്കവറി, ആ രോഗത്തിൽ നിന്നൊരു ആശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപനും കർമ്മകാരകനുമായിട്ടുള്ള ശനി 11 വക്രത്തിലാണ്. ആ ശനി ഗുരുവിൻ്റെ നക്ഷത്രത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ഗുരു ആണെങ്കിൽ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ്. അപ്പോൾ ആദ്യ 2 വാരം സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ കർമ്മസ്ഥാനത്തുണ്ട്. ഗുരു മംഗളയോഗം എന്ന് പറയുമ്പോൾ 1-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനുമായിട്ടുള്ള ഒരു യോഗമാണ്. അപ്പോൾ ആ ഗുരുമംഗള യോഗം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും തൊഴിലിൽ അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകുന്ന സമയം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് 9, 5 ഭാവാധിപന്മാരായിട്ടുള്ള ഗുരുവിൻ്റെയും രവിയുടെയൊക്കെ ആ 10 ദൃഷ്ടി തൊഴിലിൽ ഉയർന്ന സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം തൊഴിലിടത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബുധനും ശുക്രനുമായിട്ടുള്ള യോഗമൊക്കെ 5-ലുള്ള സമയമാണ്. അപ്പോൾ അതും ഈ തൊഴിലിലൊക്കെ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഒക്കെ തന്നെ തൊഴിൽ മാറ്റത്തിനും ഒക്കെ തൊഴിൽ ലഭിക്കുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. അതുപോലെ ബുധൻ വക്രത്തിലാണെങ്കിലും ശുക്രനുമായിട്ടുള്ള യോഗമൊക്കെ ഉള്ളതിനാൽ ആദ്യത്തെ 2 വാരം സൂര്യൻ്റെ മുന്നിലാണ് ബുധന് വക്രസ്ഥിതി വരുന്നു എന്നുള്ളതിനാലും തൊഴിലിൽ ലബ്ധിയും തൊഴിലിൽ നേട്ടമുണ്ടാകും, തൊഴിലിടത്ത് സന്തോഷം, അതുപോലെ തന്നെ പദവിയിൽ മാറ്റമൊക്കെ അനുഭവപ്പെടും, തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്.
ഇപ്പം 12 നിൽക്കുന്ന രാഹു, ഇപ്പം രാഹു 12 നിൽക്കുന്നു. ആ രാഹു ആണെങ്കിൽ കർമ്മകാരകനായിട്ടുള്ള അല്ലെങ്കിൽ കർമ്മഭാവാധിപനായിട്ടുള്ള ശനിയുടെ തന്നെ നക്ഷത്രത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന സമയവും കൂടിയാണ്. ആ ശനിയാണെങ്കിൽ ഗുരുവിൻ്റെ 9ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. കുജനുമായിട്ടൊക്കെ യോഗവും വരുന്നു. അപ്പോൾ ആ ഗുരു 10 ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിരിക്കും. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിലിൽ ഉയർച്ചയ്ക്കും ധനനേട്ടത്തിനും സാധ്യത കാണുന്നുണ്ട്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം, ബിസിനസ്സുകാർക്ക് ബിസിനസ് കാരകനെന്ന് പറയുന്ന ബുധനാണ്. ആ ബുധൻ 2ഉം 7ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രനുമായിട്ട് 5ൽ യോഗം ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ബിസിനസ്സിലൊക്കെ ഫോക്കസ് ചെയ്യുന്നവർക്ക് പൊതുവെ ധനനേട്ടത്തിന് സാധ്യതയുണ്ട്, ലാഭ വർധനവിന് സാധ്യതയുണ്ട്. മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് ബിസിനസ് എക്സ്പാൻഷനും അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ശുക്രന് അവസാന വാരമൊക്കെ ആകുമ്പോൾ ശുക്രൻ 6ലേക്ക് രാശി മാറുന്നുണ്ട്. അപ്പം ബിസിനസ്സിനൊക്കെ ഒരു പണച്ചെലവ്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പണം ചെലവാകുന്നതിനുള്ളൊരു സ്ഥിതിയൊക്കെ ചിലപ്പോൾ അവസാനത്തെ വാരം ഉണ്ടാകാം. അതുപോലെ കുടുംബ ബിസിനസ്സുകാർക്കും ഗുരു കുജൻ്റെയൊക്കെ യോഗം ആ 2ൽ വരുന്നത് വളരെ ഗുണം ചെയ്യും. 12ലെ രാഹു ശനിയുടെ നക്ഷത്രത്തിലും ശനി 9ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ നക്ഷത്രത്തിലുമൊക്കെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂല, വിദേശത്ത് ബിസിനസ് നടത്തുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികളുടെ സ്ഥിതി. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ 5ൽ നിൽക്കുന്ന സമയമാണ്. ബുധൻ 4 മുതൽ 21 വരെ ആ 5ൽ വക്രസ്ഥിതിയിലാണെങ്കിലും ബുധനും ശുക്രനുമായിട്ടുള്ള യോഗം 5ൽ വരുന്നത് ഗുണം ചെയ്യും. മാത്രമല്ല 5ആം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 16 മുതൽ ആ 5ആം ഭാവരാശിയിലേക്ക് ബലവാനായിട്ട് വരികയും കൂടെ ചെയ്യുന്നുണ്ട്. അത് പഠിതാക്കൾക്ക് പൊതുവെ പഠന മികവിന് അത് വഴിയൊരുക്കും. ആഗ്രഹിക്കുന്ന രീതിയിൽ ആ പഠനമൊക്കെ മുന്നോട്ട് പോകും. മാത്രമല്ല ഈ പുതിയ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷൻ കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. ബുധന് 3ഉം 6ഉം ഭാവാധിപൻ എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പായിട്ടൊക്കെ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മത്സരത്തിലൊക്കെ പ്രതീക്ഷിക്കുന്ന സ്കോറ് കരസ്ഥമാക്കാൻ കഴിയും. അതുപോലെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ ചെയ്യുന്നവർ, അതുപോലെ കലാതലങ്ങളിലൊക്കെ കോഴ്സ് ചെയ്യുന്നവർ, ഇപ്പോൾ മ്യൂസിക്, നൃത്തം, അതുപോലെയുള്ള അത്തരം കോഴ്സുകളിലൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. വിദേശത്ത് ഗവേഷണം, ഉന്നത പഠനം ഇവ ആഗ്രഹിക്കുന്നവർക്ക് ഗുരുമംഗള യോഗം വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2ലാണ് ധനകാരകനായിട്ടുള്ള ഗുരു നിൽക്കുന്നത്. 2ൽ ലഗ്നാധിപനായിട്ടുള്ള ഗുരുവുമായിട്ട് ഗുരുമംഗള യോഗമുണ്ട്. 5ൽ ബുധശുക്ര യോഗമുണ്ട്. അപ്പോൾ 11ൽ ശനി വക്രത്തിലാണെങ്കിലും ഗുരുവിൻ്റെ നക്ഷത്രത്തിലാണ് ശനി സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പൊതുവെ ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്ന അതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. വരുമാന മാർഗമൊക്കെ ഉണ്ടാകും. അതുപോലെ ബിസിനസ്സുകാർക്ക് ലാഭവർധനം ഉണ്ടാകും. നിരവധി സോഴ്സുകളിൽ നിന്ന് ധനാർജനത്തിന് സാധ്യതയുണ്ട്. പൊതുവെ ധനാർജനം കൂടുന്നതിനുള്ള ഒരു പ്രയത്നമൊക്കെ ഈ സമയത്തുണ്ടാകും. പ്രത്യേകിച്ച് അതുപോലെ തന്നെ 16ന് സൂര്യൻ്റെയൊക്കെ രാശിമാറ്റമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സൂര്യനാണെങ്കിൽ 11ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഈ സർക്കാരിൽ നിന്നുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുടിശ്ശിക പണമൊക്കെ കിട്ടാനുള്ളവർക്ക് അത് കിട്ടുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ ആ 11ലെ സൂര്യൻ്റെ ദൃഷ്ടി കൊണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ദാമ്പത്യ ബന്ധം, വിവാഹം, കുടുംബജീവിതമൊക്കെ എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് മേടക്കുറുകാർക്കും മേടലഗ്നക്കാർക്കും ശുക്രൻ്റെയൊക്കെ 5ലെ സ്ഥിതി, 7ആം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 5ൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ ആ ശുക്രൻ 11 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ജന്മരാശിയാധിപനായിട്ടുള്ള കുജനും പൊതുവെ ഈ ഗുരുവുമായിട്ടൊക്കെയുള്ള ഭാവാധിപനായിട്ടുള്ള ഗുരുവുമായിട്ടൊക്കെ യോഗം ചെയ്യുന്ന സമയമൊക്കെ ആയതുകൊണ്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് പൊതുവെ ഈ 16 മുതൽ 25 വരെയുള്ള സമയം അനുകൂലമായിട്ട് കാണുന്നുണ്ട്.
അപ്പോൾ 25-ന് 7-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 6-ലേക്ക് നീചരാശിയിലേക്ക് രാശി മാറുന്നതിനാൽ അവസാന വാരം വിവാഹം ആലോചിക്കുന്നതിന് അത്ര അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി ആയിട്ട് കാണുന്നില്ല. 5-ലെ ശുക്രനും ബുധനുമായിട്ടുള്ളൊക്കെ യോഗം, അത് പ്രത്യേകിച്ച് ഈ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യ 2 വാരമൊക്കെ വളരെ സുഗമമാണ്, അവർക്ക് അതുകൊണ്ട് ഗുണമൊക്കെ ഉണ്ടാകും. എങ്കിലും അവസാനത്തെ 2 വാരം അത്രത്തോളം ഗുണകരമല്ല. കാരണം അവസാനത്തെ 2 വാരം എന്നൊക്കെ പറയുമ്പോൾ രവിയും ശുക്രനുമായിട്ടുള്ളൊരു ബന്ധം, അതുപോലെ ശുക്രനാണെങ്കിൽ 6-ലേക്കുള്ള രാശിമാറ്റം, അതൊക്കെ ചിലപ്പോൾ ഈ കമിതാക്കൾക്കിടയിൽ ഈഗോ ഇഷ്യൂസ്, ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ആ പ്രണയബന്ധമൊക്കെ ചിലപ്പോൾ വിവാഹ നിശ്ചയത്തിലേക്കൊക്കെ എത്തുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ഇനി ദാമ്പത്യ ബന്ധത്തിലേക്ക് വരുമ്പോൾ ദാമ്പത്യ ബന്ധം ആദ്യത്തെ 2 വാരമൊക്കെ പൊതുവെ സന്തോഷകരമാകും. എങ്കിലും അവസാനത്തെ 2 വാരം പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആ ബന്ധം ഉണ്ടാകണമെന്നില്ല. ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശുക്രനും രവിയുമായിട്ടുള്ള ഒരു യോഗമൊക്കെ വരുമ്പോൾ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഈ ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകും. അപ്പോൾ ആ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാമെങ്കിൽ ദാമ്പത്യ ബന്ധം സുഗമമാവും. അതുപോലെ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവേ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം ആണ് കാണുന്നത്. ഇപ്പോൾ വീട് വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ 2 വാരം സൂര്യൻ്റെയൊക്കെ സ്ഥിതി മെൻ്റലായിട്ട് ഒരു ടെൻഷനൊക്കെ ഉണ്ടാക്കാം. എങ്കിലും ഗുരുവും കുജനുമായിട്ടുള്ള ആ ഗുരുമംഗള യോഗം ഇപ്പം നമുക്ക് കുടുംബത്തിലായാലും ദാമ്പത്യ ബന്ധത്തിലായാലും ഉണ്ടാകാവുന്ന ആ ടെൻഷൻ കുറയ്ക്കുന്നതിന് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. ആഗസ്റ്റ് 8, ആഗസ്റ്റ് 9, 13, 14, 15, അതുപോലെ 22, 23 ഈ തീയതികൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, ഈ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂല ദിവസങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിവതും നമ്മൾ ഈ ശുഭകർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ പുത്തൻ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കഴിവതും ഈ ദിവസങ്ങളിൽ അവ മാറ്റിവെക്കണം. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കുന്നതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് മേട കൂറുകാരുടെയും മേട ലഗ്നക്കാരുടെയും ഫലമാണ്. ഇപ്പോൾ മേടക്കൂറിലെ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും മേടലഗ്നം വരണമെന്നില്ല. കുറച്ച് പേർക്ക് മേടലഗ്നമായിരിക്കും, മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരും. ഇപ്പോൾ മേടക്കൂറും മേടലഗ്നവും ഒക്കെ ഒന്നായിട്ട് വരുന്നവർക്ക് പൊതുഫലത്തിൽ വലിയ വ്യതിയാനമൊന്നും വരാൻ സാധ്യതയില്ല. അതേസമയം ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ട് വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കേൾക്കുകയാണ്, കമ്പൈൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ ആഗസ്റ്റ് മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടുന്നതിന് അത് സഹായകമാകും. മാത്രമല്ല ഈ ലഗ്നഫലത്തിന് കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.